വെൽക്കം ടു ബിനൂസ് ഹിന്ദി ലേണിംഗ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് വേറെ ഒന്നുമല്ല, ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ്. ഈ കല്ല് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലേ നാളെ, പക്ഷെ കല്ലിന് ഇന്നലെ എന്ന് പറയും. അപ്പം അതെങ്ങനെയായിരുന്നു ഡിഫറൻസ്? ഒരു സെൻറ്റൻസ് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് ഇന്നലെ കഴിഞ്ഞതാണോ നാളെ വരാൻ പോകുന്നതാണോ എങ്ങനെ മനസ്സിലാക്കും? അതിൻ്റെ ഇടയിൽ ഇന്നുണ്ട് ആജ് അല്ലേ, അത് നമുക്കറിയാം. എന്നാലും ഇതായിരിക്കും കൺഫ്യൂഷൻ. എന്താണ്, എന്നോട് ഒരു സബ്സ്ക്രൈബർ ഇടയ്ക്ക് വെച്ച് ചോദിക്കാറുണ്ട് കേട്ടോ, ഈ കഴിഞ്ഞ ക്ലാസ്സിൽ കൂടി വന്നിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പെട്ടെന്ന് ഈ ക്ലാസ് ഇട്ടത്. ഓക്കെ, വേറെ ഒന്നുമല്ല. ഇപ്പൊ നമ്മളൊരു സെന്റൻസ് പറയാണ്, ഞാൻ ഇന്നലെ വന്നിരുന്നു, ഞാൻ ഇന്നലെ വന്നു. അപ്പൊ ആ സെന്റൻസ് എങ്ങനെ എഴുതുക? മേം കൽ ആയാത്ത, അല്ലെങ്കിൽ സ്ത്രീ ആണെങ്കിൽ ആയിത്തി. മനസ്സിലായോ? അപ്പൊ മേം കൽ ആയാത്ത എന്ന് കാണുമ്പോൾ അതെങ്ങനെ മനസ്സിലായേ? ഇന്നലെയാണെന്ന് ആ കല്ല് കാണുമ്പോൾ. വേറൊന്നുമല്ല, നമ്മൾ കഴിഞ്ഞുപോയ കാര്യങ്ങൾ, അത് ഇന്നലെ മാത്രമല്ല കഴിഞ്ഞുപോയ ഏത് കാര്യങ്ങളും സംസാരിക്കുമ്പോൾ ആ സെന്റൻസിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഥ അല്ലെങ്കിൽ തി. അത് നമ്മുടെ ലിംഗനുസരിച്ച്, സ്ത്രീലിംഗാണോ പുല്ലിംഗാണോ. പുല്ലിംഗാണെങ്കിൽ ഥ പറയും, സ്ത്രീലിംഗാണെങ്കിൽ തി പറയും. മനസ്സിലായോ? കഴിഞ്ഞു പോയ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മൾ എന്ത് പറയുന്നു? പാസ്റ്റിൽ ഥായും തീയും. അപ്പൊ ആ കല്ല് എന്നുള്ളതിന് ഥാ കൂടെ ഉണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? അത് ഇന്നലെ എന്നാണ്. ഓക്കെ, അപ്പൊ അവൻ നാളെ വരും എന്നാണെങ്കിലോ, അല്ലെങ്കിൽ ഞാൻ നാളെ വരും എന്നാണെങ്കിലോ, മേം കൽ ആവുക. മനസ്സിലായോ? അവിടെ നമുക്ക് എന്തുണ്ട്? തായില്ല അല്ലേ? തായില്ലെങ്കിൽ അതിനർത്ഥം എന്താ? ഞാൻ നാളെ വരും. അതാണ്. ഡൗട്ട് ക്ലിയർ ആയോ? നമുക്ക് 1-2 എക്സാമ്പിൾസ് നോക്കാം. അവൻ ഇന്നലെ കൊടുത്തു. അപ്പൊ അതെങ്ങനെയാ? ഉസ്കോ കൽ ദിയാ ഥാ. മനസ്സിലായോ? ഉസ്കോ കൽ ദിയാ ഥാ എന്ന് പറഞ്ഞപ്പോൾ അതിൽ തായുണ്ട്. ആ കല്ല് എന്താണ്? ഇന്നലെയാണ്. ഓക്കെ, ശരി. അതുപോലെ എനിക്ക് നാളെ പോകണം. അവിടെ എങ്ങനെയാ കല്ല് വരുന്നത്? മുജെ കൽ ജാനാ ഹേ എന്ന് പറഞ്ഞാൽ അതിൽ തായില്ല. മനസ്സിലായോ? മുജെ കൽ ജാനാ ഹേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നാളെ പോകണം. അതാണ്. ഇനിയിപ്പോൾ ആജാണെങ്കിൽ മേ ആജ് ആയ, ഞാൻ ഇന്ന് വന്നു. ആജ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇന്ന് അല്ലേ? അപ്പോൾ മേ ആജ് ആയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്ന് വന്നു. ഓക്കെ, ശരി. ഇനി ഇതാ, പ്രോഗ്രാം ഇന്നലെ ആയിരുന്നു. എങ്ങനെ പറയാം? പ്രോഗ്രാം കൽ ത. പ്രോഗ്രാം നാളെയാണെങ്കിലോ പ്രോഗ്രാം കൽ ഹേ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ പ്രോഗ്രാം ഇന്നലെ ആയിരുന്നു, അതെങ്ങനെ പറയാം? പ്രോഗ്രാം കൽ ഥ. ആ കൽ ഥ എന്ന് കണ്ടപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? അത് കഴിഞ്ഞു പോയി കേട്ടോ, തായുണ്ട് അല്ലേ? അപ്പോൾ പ്രോഗ്രാം കൽ ഥ. പ്രോഗ്രാം നാളെയാണ്, പ്രോഗ്രാം കൽ ഹേ. കൽ ആകുന്നു എന്നാണ് അർത്ഥം കേട്ടോ, ഹേക്ക്. അപ്പൊ പ്രോഗ്രാം കൽ ഹേ. അപ്പൊ അതാണ് കല്ല്, ആജ്, അതുപോലെ ഇന്ന്, ഇന്നലെ, നാളെ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കാം, സെന്റൻസുകൾ ചോദിക്കാം, പറഞ്ഞുതരാം കേട്ടോ. അപ്പം ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.